മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വളരെയധികം പെയിൻഫുള്ളായ ഒരു വാരമാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഓഹരി വിപണിയിലെ ചില ഓഹരികളിലെങ്കിലും വലിയ തകർച്ചകൾ നമ്മൾ കണ്ടു. എന്തായാലും കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, ഞാൻ പറഞ്ഞതിനോട് താങ്കൾ പൂർണ്ണമായും യോജിച്ചേ മതിയാവൂ എന്ന തരത്തിലാണ് സിറ്റുവേഷൻ. IT ഓഹരികൾ, ടെക്നോളജി ഓഹരികൾ, രൂപയുടെ മൂല്യം തകർന്നതുകൊണ്ട് IT ഓഹരികൾ, കയറ്റുമതിക്കാരായ സോഫ്റ്റ്വെയർ കയറ്റുമതിക്കാരായ ടെക്നോളജി IT ഓഹരികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഓഹരി വിപണി പ്രത്യേകിച്ചും സൂചികകളും വലിയ രീതിയിൽ താഴേക്ക് പോയനെ. ഇവിടെ പക്ഷേ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ടെക്നോളജി MCX എന്ന് പറയുന്ന രണ്ട് കമ്പനികൾ മാത്രം ഏകദേശം ഒരു നിക്ഷേപകൻ്റെ ഒരു 70-80% വെൽത്ത് 2 ദിവസം കൊണ്ട് ഇറോഡ് ചെയ്യിപ്പിച്ച് കളഞ്ഞു എന്നതാണ് അതിൻ്റെ വാസ്തവം. നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇവരുടെ തന്നെ കമ്പനി പേയ്മെൻറ്റ് ഡിഫോൾട്ട് വരുത്തി എന്ന പേരിലാണ് ഇത്രയധികം ആഘാതമുണ്ടായത്. ഒരുപക്ഷെ റീബൗണ്ട് ചെയ്തേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിൽ FTIയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകർക്ക് വലിയ നിക്ഷേപവും വലിയ എക്സ്പോഷറും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ MCXൽ ഉണ്ടായിരുന്നു. അത് ഒരു വശത്ത് അത് നിൽക്കുന്നു. മറുവശത്ത് ഗവൺമെൻറ് ഓഫ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് പുതിയ ഡൈവസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓഹരികൾ പൊതുമേഖലാ ബാങ്കുകൾ, പൊതുമേഖലാ കമ്പനികൾ, പ്രത്യേകിച്ചും പവർ ഫിനാൻസ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ്, IOCയുടെ വിലയ്ക്ക് 200 രൂപയ്ക്കും താഴേക്ക് എത്തിയിരിക്കുന്നു. സെയിൽ നമുക്കറിയാം, നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതാണ്, വളരെ മികച്ച കമ്പനികളാണ്. അപ്പോൾ പൊതുമേഖലാ കമ്പനികളെ ഇല്ലാതാക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഓഹരി വിപണിയെ വളരെയധികം ഒരു പെസിമിസത്തിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിക്കുന്നത് പോലെ തോന്നുന്നു. സനൽ പറഞ്ഞത് ശരിയാണ്. ലാസ്റ്റ് 2 വീക്സ് കൊണ്ട് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കിലും അതുപോലെ സെൻറ്റിമെൻറ്റ്സിലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചു. കാരണം നമ്മൾക്കറിയാം, ഓരോ ചെറിയ റിലീഫ് റാലിയിലും ഹ്യൂജ് സെൽ ഓഫ് വരികയാണ്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ വാല്യൂ ഇല്ലാത്ത രീതിയിൽ സ്റ്റോക്ക് വളരെ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വാല്യുവേഷൻ, പല സ്റ്റോക്കും ഹോൾഡ് ചെയ്യുന്നതിൻ്റെ വാല്യുവേഷൻ എനിക്ക് തോന്നുന്നു 20% ഇറോഡ് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ടോട്ടലി മാർക്കറ്റ് ഇപ്പോഴും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ MCXും FT ഇത് പ്രധാനമായിട്ടും നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു പേയ്മെൻറ്റ് ഡിഫോൾട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിൽ ഈ സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ടൂളായിട്ടാണ് ഇൻവെസ്റ്റേഴ്സോ അതല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും വാല്യുവേഷന് യാതൊരു ഇമ്പോർട്ടൻസും അവിടെ കൊടുക്കുന്നില്ല. ഒരു ടൂൾ, അത് സെല്ല് ചെയ്യുക, ദെൻ താഴെ മേടിക്കുക, അതല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ടൂളായി സ്റ്റോക്ക് മാർക്കറ്റിനെ മാറ്റി അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ EPS അല്ലെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാല്യുവേഷൻ നമ്മൾക്ക് എടുക്കാൻ സാധിക്കില്ല പല സ്റ്റോക്കുകളിലും. അപ്പോൾ ഇതൊരു ട്രേഡിംഗ് ടൂൾ, കിട്ടുന്ന പൈസയ്ക്ക് സെല്ല് ചെയ്യുക, ദെൻ അത് താഴെ മേടിക്കുക, ഹ്യൂജ് സെൽ ഓഫ് വരിക, ആ സ്റ്റോക്ക് തന്നെ വീണ്ടും താഴത്തെ ലോവർ ലെവലിൽ നിന്ന് മേടിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രേഡിംഗ് ടൂളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മാറി എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത മെഷർ, റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത മെഷർ റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ അത് ബാങ്കിങ് സെക്ടറിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ടോട്ടലി ഒരു നെഗറ്റീവ് സോണിൽ മൂവ് ചെയ്യുന്ന മാർക്കറ്റിലാണ് ഗവൺമെൻറ് ഇടപെടൽ പലപ്പോഴും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡൗൺ വരാനുള്ള ഒരു റീസണായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പബ്ലിക് സെക്ടർ കമ്പനികളുടെ സെയിൽ, അതും എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് വിറ്റ് മുടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇത്രയും ചീപ്പർ വാല്യുവേഷനിൽ ഈ സ്റ്റോക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഇല്ലാത്തതിൻ്റെ റിഫ്ലക്ഷനാണ്, അതാണ് നമ്മൾ കാണുന്നത്. ഒരു ശക്തമായിട്ടുള്ള ഒരു ലീഡർ ഇന്ത്യ ലാക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ എന്താണെന്ന് സംബന്ധിച്ച് മർമ്മം അറിയുന്നവന് അടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഷർ എടുത്താൽ ടോട്ടലി എക്കണോമിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഫൈനാൻഷ്യൽ അനലിസ്റ്റുകളും വലിയ സാമ്പത്തിക വിദഗ്ധരുമായതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ലീഡർ, ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു മാറ്റം സംഭവിക്കുമായിരുന്നു. ശരിയാണ്, അത് ഭുവനേന്ദ്രൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം അത്ഭുതകരമാട്ടെ, കാരണം നമുക്കിവിടെ ധനമന്ത്രി ചിദംബരം, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, അരവിന്ദ് മായാറാം, അവരെക്കാളും വലിയ രീതിയിൽ അറിയപ്പെടുന്ന അരവിന്ദ് മായാറാം ഇക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി, രഘുറാം രാജൻ ഇക്കണോമിക് അഫയേഴ്സിനെ ഉപദേഷ്ടാവ്, മോണ്ടക് സിംഗ് ആലുവാലിയ, എത്ര പേരാണ്, ഇത്ര വിദഗ്ധന്മാരാണ്. അപ്പോൾ ഇത്രയും വിദഗ്ധന്മാരുണ്ടായിട്ടും രൂപയുടെ താഴത്തോട്ടുള്ള
പോക്ക് അതുപോലെ തന്നെ തുടരുന്നു. ഈ ഡൈവസ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെയധികം ചീപ്പ് വാല്യുവേഷൻ. അപ്പോൾ ഇതിലെ ഓഹരി വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ വളരെ മോശം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ 1000 ഇൻവെസ്റ്റേഴ്സാണ് ആകെ ഉള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 975 പേരും ഇൻവെസ്റ്റർ ആയാലും അവർ ട്രേഡർമാരായാലും അവരുടെ എല്ലാം പണത്തിൽ ഒരു കൺസിഡറബിൾ ഇറോഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബിസിനസ്സിനെ പോലും ഒരുപക്ഷെ അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയെ വളരെയധികം ബാധിച്ചു എന്നുള്ളതാണ്. കാരണം വാല്യൂ ഇറോഡ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. ഫർദർ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ഇല്ല. നമ്മൾക്കാണെങ്കിലും ഏത് ലെവലിൽ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യും? ഞാൻ പറഞ്ഞില്ല, സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ടൂളായി മാറ്റി എന്നുള്ളതാണ്. അവിടെ വാല്യുവേഷന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കിട്ടുന്ന റേറ്റിന് സെല്ല് ചെയ്യുക. സ്പെക്കുലേഷൻ അതിഭയങ്കരമായിട്ടുള്ള സ്പെക്കുലേഷൻ. വോളിയം വളരെയധികം കൂടുന്നുണ്ട്. എന്താണ്? ഓഫ് ലോഡിംഗ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക എന്നല്ലാതെ ഇവിടെ ഒരു എഫക്റ്റീവായിട്ട് ഗവൺമെൻറ് പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല, അതല്ലെങ്കിൽ അതോറിറ്റി പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ആണ്, പക്ഷേ ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എടുക്കുന്ന ഡിസിഷൻ എല്ലാം റോങ് ഡിസിഷനാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് എഫക്റ്റീവായി ഇന്ത്യൻ ഇക്കണോമിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. വീണ്ടും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താ? അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. അപ്പോൾ ഇലക്ഷന് മുമ്പ് മാർക്കറ്റിൽ ഒരു റൈഡ് നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റ് ഒരു ഓവർ സോൾഡ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റിൽ റിക്കവറി നമ്മൾ ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ റിക്കവറി റാലി പോലും ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ഇപ്പോഴത്തെ ടെക്നിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഫ്രൈഡേ ക്ലോസിംഗ് ഒരു മേജർ സപ്പോർട്ട് സോണിലാണ്. 5650 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിലാണ്. ആ ഒരു ലെവലിൽ നിന്ന് ഒരു റിക്കവറി പ്രതീക്ഷിക്കാം. അതല്ല 650 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 200 പോയിൻറ്റ്സ് ഡ്രോപ്പ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കും. 5850 ഒരു മേജർ സെല്ലിംഗ് പോയിൻ്റ്, അതിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരാനാണ് സാധ്യത. ഈ ഒരു റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ തന്നെ 5850 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ നമ്മൾ റിസൾട്ടുകൾ നോക്കുക. ഐഡിയ, ഭാരതി, ICICI ബാങ്ക് ഒഴിച്ച് ബാക്കി, ഇപ്പോൾ ICICI ബാങ്കിൻ്റെ റിസൾട്ട് നല്ലതാണ്, പക്ഷേ അവരുടെ ഔട്ട്ലുക്ക് അല്ല NPA കൂടുന്നു. ബാക്കി റിസൾട്ടുകളെല്ലാം തന്നെ മോശമാണ്. കാരണം ഫസ്റ്റ് ഇൻഫോസിസ് ആ സെഗ്മെൻറ്റിൽ HDFC പോലെയുള്ള റിസൾട്ട് ഒഴിച്ച് വന്നിരിക്കുന്ന റിസൾട്ടുകൾ മുഴുവൻ മോശമാണ്. അടുത്ത ക്വാർട്ടർ റിസൾട്ട് ഇതിലും മോശമാകാനുള്ളൊരു സാധ്യത. അതാണ് മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബാങ്കിങ് സെക്ടറും ബാക്കി എല്ലാ സെക്ടറും സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് വളരെ മോശമായിട്ടുള്ള റിസൾട്ട് വരാനാണ് സാധ്യത. അതിൻ്റെ ഡിസ്കൗണ്ടിങ് ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റിക്കവറി പോലും ഒരു ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. 5850 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇൻവെസ്റ്റേഴ്സ് തന്നെ 850 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്തൊരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് ഈ ഫ്രൈഡേ ക്ലോസിംഗ് 650 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണാണ്. ദെൻ അത് ഡ്രോപ്പ് വരികയാണെങ്കിൽ അനദർ 200 പോയിൻറ്റ്സിന് ഡ്രോപ്പ് കൂടി മാർക്കറ്റിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഓഹരി വിപണി പൊതുവേ തവിടുപൊടിയായി. അവർക്കെല്ലാം വലിയ രീതിയിൽ പണം നഷ്ടപ്പെട്ടു. അതിനുശേഷം ചെറിയൊരു റിസർജൻസ് കാണിച്ചെങ്കിൽ പോലും വീണ്ടും അതിനേക്കാളും മോശമായ സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 4-5 വർഷമായി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും ആവർത്തിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ. കാരണം കൂടുതൽ ഇത്രയും നാൾ ക്ഷമ കാണിച്ചു, ഇനി കൂടുതൽ ക്ഷമ കാണിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് കുറച്ച് നിക്ഷേപകരുടെ സംശയങ്ങൾ നോക്കാം. ഹരീഷ് അദ്ദേഹം മട്ടന്നൂർ, കണ്ണൂരിൽ നിന്നാണ്. 1000 BHEL 188 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. 500 ടാറ്റ സ്റ്റീൽ 257 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബൈയിങ് റേറ്റ് വളരെ താഴെയാണ് എന്നുള്ളത് ആശ്വസിക്കാം. ടാറ്റ സ്റ്റീൽ 257, BHEL 180 എന്ന് പറയുന്ന ഒരു റീസണബിൾ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂനാണ് അതിൻ്റെ ബൈയിങ് റേറ്റ്. മാർക്കറ്റിൽ റീസെൻ്റായിട്ടുണ്ടായിരിക്കുന്ന ചില ന്യൂസുകൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡൗൺ സംഭവിച്ചു. ടാറ്റ സ്റ്റീൽ എസ്പെഷ്യലി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ചൈനയുടെ സ്ലോ ഡൗൺ, മെറ്റൽ സെക്ടറിൽ സെൽ ഓഫ് വരാനുള്ള സാധ്യത മാർക്കറ്റ് വാച്ച് തന്നെ അനലൈസ് ചെയ്താണ്. 250 എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഹയർ വാല്യൂ ആണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഫർദർ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ കുറച്ചുകൂടെ വീക്ക്നെസ് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ചെറിയ റിലീഫ് റാലി സംഭവിക്കാം. ആ റിലീഫ് റാലി എനിക്കൊന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും ഒരു ബൈ ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇദ്ദേഹത്തിന് നല്ലത്. ഇതിൽ BHEL 146 and 122. ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് അഡാപ്റ്റ് ചെയ്യാവുന്നൊരു മെത്തേഡ് എനിക്കൊന്ന് കോൾ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. കാരണം ഇപ്പോഴത്തെ രീതിയിൽ 865 ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഒരാൾ 940ക്ക് ഹോൾഡ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഫർദർ ബൈയിങ് നടത്താനുള്ള ഫണ്ടില്ല. ഇപ്പോൾ 900ൻ്റെ ഒരു കോൾ മേടിക്കുക, എനിക്കൊന്ന് 15 റുപ്പീസിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ 15 റുപ്പീസ് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ.
അതേ സമയത്ത് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴും വീക്ക്നെസ് നിലനിൽക്കുന്നു മാർക്കറ്റിൽ. ഞാൻ അഗൈൻ പറയുന്നു, വീണ്ടും താഴേക്ക് പോകാനാണ് സാധ്യത റിസൾട്ട്. അപ്പോൾ അവിടെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മാർക്കറ്റ് വളരെ മോശമായിട്ടുള്ളൊരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ 2000 ഒരു കോൾ ഓപ്ഷൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 10 റുപ്പീസ് അല്ലെങ്കിൽ 15 റുപ്പീസിനടുത്താണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴത്തെ രീതിയിൽ 1600 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൂടുതൽ. അപ്പോൾ റിസൾട്ടിന് മുമ്പ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും മേടിക്കുകയാണെങ്കിൽ NPA കുറയുകയും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് മോശം റിസൾട്ട് ആണെങ്കിൽ അത്രത്തോളം പെയിൻഫുൾ ആയിരിക്കില്ല ഒരു സെൽ ഓഫ് എന്ന് പറയുന്നത്. ഒരു ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് നിലനിൽക്കുകയാണ്, മോശം റിസൾട്ട് വരികയാണെങ്കിൽ 1400 വരെ പോകാനുള്ള സാധ്യത സ്റ്റേറ്റ് ബാങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിസ്ക് ഇല്ലാത്തൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന്. കാരണം എല്ലാ ഇൻവെസ്റ്റേഴ്സും ആവറേജ് ചെയ്ത് അവരുടെ ഫണ്ട് മുഴുവൻ തീർന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾക്കൊരു റിസ്ക് എടുത്ത് ഒരു ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന രീതിയിൽ കോൾ ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു സ്ട്രാറ്റജി. ഇപ്പോൾ റിലയൻസിൻ്റെ 900 കോളിന് 15 റുപ്പീസ് ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫണ്ടില്ലാത്തവരെ സംബന്ധിച്ച്. ഇതിൽ BHEയിൽ 146 and 122 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 196 ആണ് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പലപ്പോഴും മാർക്കറ്റിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡൗൺ വരുമ്പോൾ ഓരോ ടെക്നിക്കൽ സപ്പോർട്ട് സോൺ വരും. അത് നമ്മൾക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് 5700, ഞാൻ ഒരു മാസം മുമ്പ് പറഞ്ഞ ഒരു മൂവിംഗ് റേഞ്ച് 5700 to 5950, 700 ബ്രേക്ക് ആണെങ്കിൽ 5500 വരെ പോകാനുള്ള പോസിബിലിറ്റി. അപ്പോൾ 650-700 എന്ന് പറയുന്നത് സ്ട്രോങ്, ഇപ്പോഴത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോണിലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ ഒരു റിക്കവറി പ്രതീക്ഷിക്കാം. പക്ഷേ വീണ്ടും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഫർദർ ഒരു 200 പോയിൻറ്റ്സിന് ഡ്രോപ്പ് മാക്സിമം ഈ ഒരു സെൽ ഓഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ലെവലിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ടാറ്റ സ്റ്റീൽ 200 and 173 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 254 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരു പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ സെൽ ഓഫ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എത്രത്തോളം പെയിൻഫുൾ ആണോ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെൽ ഓഫ്, അതിലും ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് നൽകും. അപ്പോൾ പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ റിട്ടേൺ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പേഷ്യൻസ് കാണിക്കുക, നല്ല സ്റ്റോക്കുകളുടെ പാർട്ടായി മാറാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ IT സെക്ടറിലും FMCG ഫാർമയിൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ചിലപ്പോൾ ചെറിയൊരു റാലി, ചിലപ്പോൾ ഒരു 5 to 10% അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാം. പക്ഷേ അവിടെ ഒരു റിസ്ക് നിലനിൽക്കുന്നു. അതുകൊണ്ടൊരു പേഷ്യൻസ് വാല്യുവേഷൻ കുറഞ്ഞ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂയിലുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കടം കൂടുന്നത് പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും അല്ലെങ്കിൽ NPA വലിയ രീതിയിൽ കൂടുന്നു എന്നതാണ് അവർക്കെതിരെയുള്ള പരാതി. ഇത്രയധികം ഒപ്പം RBIയുടെ മെഷേഴ്സും വന്നു. ബോട്ടം ആയോ? പ്രത്യേകിച്ചും SBIയുടെ റിസൾട്ടിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ബോട്ടം വരിക അല്ലേ ഒരു പക്ഷേ. മാത്രവുമല്ല, അങ്ങനെയെങ്കിൽ ഏത് ബാങ്കുകളായിരിക്കും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നമ്മളൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും നല്ല ബാങ്കുകൾ? ഇതിൽ ബാങ്കിങ് സെക്ടർ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനാണ് സാധ്യത. NPA കൂടുന്നതിൻ്റെ റീസൺ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് തന്നെയാണ്. നമ്മൾക്കറിയാം ഇൻട്രസ്റ്റ് ബേർഡൻ പല കമ്പനികളെ സംബന്ധിച്ചും വലിയൊരു ഹ്യൂജ് ബേർഡൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് NPA ബാങ്കുകളെ സംബന്ധിച്ച് കൂടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഫെയർ വാല്യൂ ആണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രൈവറ്റ് സെക്ടറിൽ യെസ് ബാങ്ക് വളരെ നല്ലൊരു ബാങ്കാണ്. അതുപോലെ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് എനിക്ക് തോന്നുന്നു ഈ ഫോളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്ക് ആയിരിക്കും പ്രൈവറ്റ് സെക്ടർ. ICICI ബാങ്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട്. ഈ 3 സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാം. ദെൻ ഇൻഡസിൻഡ് ബാങ്ക് ഒരു വളരെ ബെറ്റർ ഇതാണ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസൾട്ടിന് ശേഷം നമുക്ക് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ കാനറ ബാങ്കൊക്കെ 240 ഏറ്റവും 2008 ഫോളിലേക്ക് വന്നിരിക്കുക, 242 റേറ്റ് വന്നിരിക്കുക. ബാങ്കുകൾ നാളെ കടപൂട്ടി ഒരിക്കലും സാധ്യത റിക്കവറി ഏറ്റവും ഷാർപ്പായിട്ട് വരാൻ സാധ്യതയുള്ളതും ബാങ്കിങ് സെക്ടർ തന്നെയായിരിക്കും. ബാങ്കിങ് സെക്ടർ ആയിരിക്കും അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു റിസൾട്ട് ബാങ്കിങ് സെക്ടറുകളുടെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. ആ ഡിസ്കൗണ്ടിങ് ആണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫർദർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന മെഷർ. അപ്പോൾ ഇക്കണോമിക് സിറ്റുവേഷനിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി വരാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറിൽ തന്നെയായിരിക്കും. എന്തായാലും ബാങ്കിങ് മേഖലയിൽ പ്രത്യേകിച്ച് നിക്ഷേപം നടത്തിയ ബാങ്കിങ് സെക്ടറിലുള്ളവരും നിക്ഷേപകരും ഒരുപോലെ ആഗ്രഹിച്ച ഒരു എക്സിറ്റാണ് ദുവുരി സുബ്ബറാവുവിൻ്റെ RBI ഗവർണർഷിപ്പിൽ നിന്നുള്ള മാറ്റം. അതേതായാലും സെപ്റ്റംബർ 5 വരെ, അതിനുശേഷം അദ്ദേഹം തുടരുന്നില്ല. കാരണം സിംഗിൾ പോയിന്റ് അജണ്ട എന്ന നിലയ്ക്ക് റിസർവ് ബാങ്ക് എടുത്തത് ഇൻഫ്ലേഷൻ നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു.
അതിലും അദ്ദേഹം അത്ര വിജയിച്ചോ എന്ന ചരിത്രമാണ്, ചരിത്രം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്ത് തന്നെയായാലും വളർച്ചയ്ക്ക് അദ്ദേഹം ഒട്ടും ഊന്നൽ കൊടുത്തില്ല. വായ്പാ പലിശ നിരക്കുകൾ കുറച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വ്യവസായ ലോകത്തിന് മൊത്തം അദ്ദേഹം പോവുക എന്നതായിരുന്നു. ഏതായാലും ചിദംബരം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പുതിയൊരു ടേം ആഗ്രഹിക്കുന്നില്ല. ഏതായാലും സെപ്റ്റംബറോടുകൂടി അദ്ദേഹം പിരിയും. ഇനി പുതിയതായി ഒരുപക്ഷെ അരവിന്ദ് മായാറാമോ രഘുറാം രാജനോ ഒക്കെ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യയിലെ ടോപ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലപ്പത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മാർക്കറ്റ് വലിയ തിരക്കേടില്ലാതെ നിന്നപ്പോൾ ഏറ്റവും അധികം സോട്ട് ആഫ്റ്ററായി കണ്ട ഒരു കാര്യമാണ് നിലവിൽ ബാങ്കിങ് ലൈസൻസ് ലഭിക്കാൻ സാധ്യതയുള്ള ഓഹരികളിൽ ഒരു മുന്നേറ്റം പലപ്പോഴും കണ്ടു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് 150 രൂപയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഏകദേശം 75 രൂപയിലേക്ക് താഴ്ന്നു. നമുക്കറിയാം അതിൻ്റെ ഫണ്ടമെൻ്റൽസിലൊന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉള്ള കമ്പനിയല്ല. രണ്ട് L&T ഫിനാൻസ് നമ്മൾ തന്നെ മാർക്കറ്റ് വാച്ചിൽ റെക്കമെൻഡ് ചെയ്താണ്, ഏകദേശം 60 രൂപ നിലവാരത്തിലേക്ക് താഴ്ന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷീൻ, അതായത് പ്രത്യേകിച്ച് ഈ ബാങ്കിങ് ഓഹരികൾ ഇടിഞ്ഞപ്പോൾ ബാങ്കിങ് ലൈസൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഏകദേശം 26 ആപ്ലിക്കൻസ് ആണുള്ളത്. 26 ആപ്ലിക്കൻസിൽ മുൻനിരയിൽ നിൽക്കുന്ന ലഭിച്ചേക്കാൻ സാധ്യതയുള്ള മുത്തൂറ്റ് ഫിനാൻസ്, L&T ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ഇത്തരം കമ്പനികളിലെല്ലാം ഓഹരികളിലും ഒരു ഡ്രാസ്റ്റിക് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കമ്പനികൾ ഇപ്പോൾ വാങ്ങുന്നതായിരിക്കുമോ ബുദ്ധി? അല്ല, തീർച്ചയായിട്ടും ബുദ്ധി തന്നെയാണ്. കാരണം വളരെ ഇപ്പോൾ ശ്രീറാം ഫിനാൻസോ അല്ലെങ്കിൽ L&T ഫിനാൻസിലുള്ള എല്ലാ സ്റ്റോക്കിലും ഇപ്പോൾ JP അസോസിയേറ്റ്സ് ബിലോ 30 ആണ്. എനിക്ക് തോന്നുന്നു എവർ ടൈം ലോ ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇപ്പോൾ JP ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. L&T ഫിനാൻസ് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ശ്രീറാം ഫിനാൻസ്, അതുപോലെ തന്നെ മുത്തൂറ്റ്, ഈ സ്റ്റോക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂ ആണ്, യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് ഇതിലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡൗൺ നമ്മൾ മാർക്കറ്റിൽ കണ്ടതാണ്. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, L&T, ടാറ്റ സ്റ്റീലൊക്കെ 150 വരെ വന്നതിന് ശേഷമാണ് 680 വരെ മൂവ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് എത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചാൽ അതിലും ശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ചു വരും. ആ കാര്യത്തിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ, പക്ഷേ റിക്കവറി എന്ന് പറയുന്നത് പലപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. വാല്യുവേഷൻ, പ്രൊമോട്ടർ, ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടർ, അതുപോലെ തന്നെ ഇൻഫ്രയിൽ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള L&T പോലെയുള്ള സ്റ്റോക്കുകൾ, ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ, ബാങ്കിങ്ങിൽ ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞ L&T ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, അതുപോലെ തന്നെ മുത്തൂറ്റ്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഫണ്ടുള്ള നിക്ഷേപകരെ സംബന്ധിച്ച്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നിക്ഷേപകരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ബാലൻസ് ഫണ്ട് ഉണ്ടാകുമെന്ന്. അവർ ആവറേജ് ചെയ്ത് 3 സ്റ്റേജും കഴിഞ്ഞു, അല്ലെങ്കിൽ 4th സ്റ്റേജും കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനിയൊരു ആവറേജ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൾ ഓപ്ഷൻ. ദെൻ പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ വളരെ നല്ല കമ്പനികളിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് പൈസ കിട്ടും. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ടൂളായിട്ട് മാറി. അവിടെ വാല്യൂഷന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഹ്യൂജ് സെൽ ഓഫ് വരികയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി പുതുതായിട്ട് വരുന്ന നിക്ഷേപകർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ്. ഒരൊറ്റ ഓഹരി ഈ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ സുനാമി വന്നതിന് ശേഷം കിടക്കുന്ന പോലെയാണ് നമ്മുടെ മാർക്കറ്റ്. വലിയ രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്നും ഓരോ ഓഹരി നിക്ഷേപകർക്ക് കാര്യമായി പണം നഷ്ടപ്പെടാനും പാടില്ല, എന്നാൽ വലിയ റിസ്കി പ്രൊപ്പോർഷൻസിലുള്ള ഒരു ഓഹരി ആയിരിക്കരുത്. അടിസ്ഥാന ഘടകങ്ങൾ ശക്തമായിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു ഓഹരി, ഒരേ ഒരു ഓഹരി നിർദ്ദേശിക്കാനുണ്ടോ? ഈ പൈസ നഷ്ടപ്പെടരുത് എന്ന് പറയുമ്പോൾ എനിക്കൊരു 3 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണ് തീർച്ചയായിട്ടും L&T ഫൈനാൻസ് തന്നെയായിരിക്കും അതൊരു സ്ട്രോങ് റെക്കമെൻഡേഷൻ. അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് L&T ഫൈനാൻസ് തന്നെയായിരിക്കാം. അവർക്ക് ബാങ്കിങ് ലൈസൻസ് കിട്ടിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു 50-60 ലെവലിൽ അത് മൂവ് ചെയ്യും. തീർച്ചയായിട്ടും അതൊരു കാൻഡിഡേറ്റ് തന്നെയാണ് ബാങ്കിങ് ലൈസൻസിനുള്ള. നന്ദി ഭുവനേന്ദ്രൻ. എന്തായാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ അതിൻ്റെ ഏറ്റവും വേദനാജനകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ടെക്നോളജിയും IT ഓഹരികളും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വളരെയധികം ഗുരുതരമായ സ്ഥിതിയിലേക്ക് സെൻസെക്സും നിഫ്റ്റി ഇങ്ങനെ 2 സൂചികകളും നീങ്ങിയേനെ. മറിച്ച് ഈ 2 സെഗ്മെൻറ്റിലും അല്ലാത്ത ഓഹരികൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC പോലുള്ള ഓഹരികൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ മറ്റ് സെഗ്മെൻറ്റുകളിലുള്ള സർവ്വ ഓഹരികളും വലിയ രീതിയിൽ താഴേക്ക് പോരുന്നത് കാണുന്നു. പ്രത്യേകിച്ചും MCX, ഫിനാൻഷ്യൽ ടെക്നോളജി തുടങ്ങിയ ആ കമ്പനികളിൽ ആരെങ്കിലും ഒരു 100 ഷെയർ എടുത്തു വെച്ചിരുന്നുണ്ടെങ്കിൽ ആ 100 ഷെയറിൻ്റെ വാല്യൂ മുഴുവനും കളയുന്ന രീതിയിലുള്ള
താഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. റീബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ അത് എന്ന ചോദ്യമാണ് പ്രശ്നം. തീർച്ചയായും ഇതിൻ്റെ അകത്ത് ക്ഷമ മാത്രമേ ഉള്ളൂ. L&T ഫിനാൻസ് പോലെയുള്ള വളരെ മികച്ച ഫ്രണ്ട് റൺ സ്റ്റോക്സ്, L&T, റിലയൻസ് അത്തരം കമ്പനികളിൽ മാത്രം, ടൈറ്റാൻ പോലെയുള്ള കമ്പനികളിൽ മാത്രം നിക്ഷേപം കൂടുതൽ സജീവമായി നടത്തേണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.